റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ പിന്നെ ടെയിൽ ലാമ്പ് അതിങ്ങനെ കത്തി കിടക്കും. ഓക്കെ, വലതുവശത്തേക്ക്. ഇതിപ്പോൾ നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലിട്ട് തട്ടിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് നമ്മൾ റൈറ്റ്. ഇപ്പോൾ ലൈസൻസ് ഇപ്പോൾ എടുത്തിട്ട് എത്രയായി? അത് പിന്നെ ഓടിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. ഇത് ആദ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്ക്. ഓടിച്ച് നോക്കിയിട്ട് എന്താ പ്രശ്നം എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിറർ റോഡ് ഓക്കെ എടുത്തോ. വണ്ടി വരുന്നുണ്ടോ നോക്കണം. വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി പോയി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ അടുത്ത് പോകാൻ വേണ്ടി. ഫസ്റ്റ് ഇയർ ഇപ്പോൾ ബ്രേക്ക് ചവിട്ടി പിടിച്ചേക്കുവാണ്. ഉണ്ടോ? അത്രയും ബ്രേക്ക് വേണം. സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എടുത്തോ. നമ്മൾ സൈഡിൽ മിറർ നോക്കണം. മിറർ നോക്കിയിട്ട് റോഡിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ബ്രേക്കിന്ന് കാലെടുത്ത് വണ്ടി മുന്നോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്കിന്ന് കാലെടുത്ത് ആക്സിഡന്റിന്റെ പെടലിട്ടാണ് കാലുണ്ട്. ആക്സിഡന്റ് കാറിൽ. ഓക്കെ, എന്നിട്ട് ആ ക്ലച്ചും ആക്സിലേറ്ററും ഒരേ രീതിയിൽ കൊടുത്ത് ആക്സിലേറ്റർ അവിടെ കൊടുക്കുക. ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. ഓക്കെ, വണ്ടി ഇനിയും നമുക്ക് ഇനി ക്ലച്ചിന്റെ ആവശ്യമില്ല. ക്ലച്ചിൽ നിന്നുള്ള കാല് റിലീസ് ചെയ്യാം. ആക്സിലേറ്റർ ഓക്കെ. ക്ലച്ചിന്റെ ആവശ്യമില്ല എന്നല്ല, ഈ ക്ലച്ച് നമ്മൾ അത് അപ്ലൈ ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലച്ച് ഡിസ്കിന്റെ ലൈഫ് കുറയും. അവിടെ ക്ലച്ച് ഡിസ്കും അവിടെ ചെറിയൊരു തേയ്മാനം സംഭവിക്കും. അപ്പോൾ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ ക്ലച്ചിലോട്ട് കാല് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യാൻ, വണ്ടി സ്റ്റോപ്പിങ് ഒക്കെ അങ്ങനെ ആവശ്യമെങ്കിൽ മാത്രം ക്ലച്ചിന്റെ ഉള്ളിലോട്ട് കാല്. ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നില്ല വണ്ടി. ലെഫ്റ്റ് സൈഡിലോട്ട് ഓക്കെ. ആക്സിലേറ്റർ വരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് വരാം. സൈഡിലുള്ള വണ്ടി ഇപ്പം ഇങ്ങനെ ഒരു വണ്ടി വന്നു, ആ ഒരു വണ്ടി നിൽക്കുന്നു. അപ്പം അവരുടെ സൈഡ് ചേർന്ന് പോരും. ചിലപ്പോൾ ഡോറ് തുറന്ന് ഒരാൾ ഇറങ്ങും. അപ്പം നമ്മുടെ വണ്ടിക്ക് തട്ടും. അപ്പോൾ നിശ്ചിത നമ്മുടെ ഡോറ് തുറന്നു കഴിഞ്ഞാലും നമ്മുടെ വണ്ടിക്ക് തട്ടാത്ത രീതിയിൽ വേണം, ഗ്യാപ്പ് ഇട്ട് വേണം നമ്മളതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്സിലേറ്റർ ഇത് ഒരു 30 സ്പീഡിലാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത തേർഡ് ഗിയറിലോട്ട് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി സ്പീഡ് കുറച്ചും കൂടി കൂട്ടണം. ആക്സിലേറ്റർ കൂട്ടണം. ഓക്കെ, തേർഡ്. ഇതാ വണ്ടി പോകും. ഓക്കെ ഓക്കെ ഓക്കെ, പതിയെ കൂട്ടും. ഇതൊരു വണ്ടി ഓടിച്ചിട്ടില്ല ഫസ്റ്റ്. അതെ, ബ്രേക്കിന്റെ വെള്ളിലോട്ട് കാല്. ചെറിയൊരു സ്പീഡ് കുറച്ചാൽ മതി. ആ ഓടിക്കുന്ന ഒരു ഞാൻ ആക്സിഡന്റ് വെള്ളോട്ട് പോവാം. ആക്സിഡന്റ് ഒന്ന് അവിടെ സൈഡാക്കി നിർത്തിക്കാം. ആ കാറിൻ്റെ ബാക്കിലേക്ക് ഓക്കെ. നമ്മളാ കുറച്ചും കൂടി എന്ത് ചെയ്യണമായിരുന്നു? വണ്ടി ഇറക്കണമായിരുന്നു. നമ്മൾ ഇവിടെ എത്തിയിട്ടല്ല നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഇറക്കണ്ടേ. അതുപോലെ സ്റ്റിയറിംഗ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ കൈ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ വിരലും കൊണ്ടൊന്ന് തട്ടി. അതെ, ഇനി ഒന്ന് ഓഫാക്ക്. അതെ തന്നെ. കുറച്ചുകൂടി നേരത്തെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? പ്രിപ്പയർ ആയിട്ട് റോഡിലോട്ട് ഇറക്കണമായിരുന്നു. നമ്മൾ നിർത്തുമ്പോഴല്ല ഫുള്ള് ഇറക്കുക. ഇനി ഇത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. റിവേഴ്സ് ചെയ്തിട്ട് കുറച്ച് ബാക്കോട്ട് റിവേഴ്സ് ചെയ്തിട്ടോ. ഗിയർ ഇടുമ്പം അത് പറഞ്ഞുതരാം. ഇതിപ്പം
ഏത് ഗിയർ ആയാലും ഇപ്പൊ തേർഡ് ഗിയർ, ഇപ്പൊ ഫോർത്ത് ഗിയർ, ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ ഒക്കെ വരുന്നു. അപ്പൊ എല്ലാ സെൻട്രലിലോട്ട്, ആ തേർഡ് ഗിയറിന്റെ സെൻട്രലിലോട്ടായിരിക്കും ഗിയറിന്റെ നോബ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രൽ പോയിന്റിനെ കണ്ടുപിടിച്ചിട്ട് ഇതുണ്ടോ, ന്യൂട്രൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗിയറിലോട്ട് സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റും. ഫസ്റ്റ് ഗിയർ, തേർഡ് ഗിയർ ഇപ്പം സെക്കൻഡ് ഗിയർ വരുമ്പോ ഒന്ന് മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഗിയറിന്, പിന്നെ നമ്മൾ ആ തേർഡ് ഗിയറിന് ആ പൊസിഷനിലോട്ട് വരേണ്ട ആവശ്യമില്ല. നേരെ മോഡ് ഇട്ടാൽ മതി തേർഡ് ഗിയർ, പിന്നെ നേരെ ബാക്കോട്ട് ഇട്ടാൽ മതി ഫോർത്ത് ഗിയർ. പിന്നെ നമുക്ക് റിവേഴ്സ് ഗിയർ ഇടണമെങ്കിൽ ആ പോയിന്റിലോട്ട് എത്തണം. അതുകൊണ്ട് ഈ നോബിന് ഇത്രയും ഈ സൈഡിലോട്ട്, റൈറ്റ് സൈഡിലോട്ട് ചേർത്തിട്ട് വേണം, അങ്ങനെ ചേർത്ത് പിടിക്കണം, എന്നിട്ട് ബാക്കോട്ട് ഇടുക റിവേഴ്സ് ഗിയർ. ഇനി നമുക്ക് ഫസ്റ്റ് ഗിയറിലോട്ട് ഇടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചെരിച്ചിടാണ്ട് അതിന് ന്യൂട്രൽ പോയിന്റിലോട്ട് വന്ന് കണ്ടോ, ഒന്ന് ഫസ്റ്റ് ഗിയറിലിട്, അങ്ങനെ ചിരിക്കണ്ട, ഒന്ന് നേരെ അത് തന്നെ. എന്നിട്ട് എന്ത് ചെയ്യാം, അത് തന്നെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നേരെ മുകളിലോട്ട്. ഓക്കെ, ഇനി ഒന്ന് റിവേഴ്സ് ഗിയർ ഇട്. ഓക്കെ, അത് തന്നെ. ഇനി ബാക്കോട്ട്. ഈ സൈഡ് നോക്കാം, ഇവിടെ എന്നിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് വരണ്ട, ഇങ്ങോട്ട് വരണ്ട, ഇവിടേക്ക് വരണ്ട. ആ സ്റ്റീരിംഗ് വീൽ ഇടത് വശത്തേക്ക് ഓടിക്കണ്ട, ഓടിക്കും. ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ലേ, അന്നേരം അത് ബ്രേക്ക് ഫുൾ അപ്ലൈ ചെയ്ത് പിടിച്ചേക്കുവാണ്. അത് തന്നെ, അത് കണ്ടോ. ഓക്കെ, കുറച്ച് ഓക്കെ, സ്റ്റോപ്പ്. മതി. ഇനി മുന്നോട്ട് പോട്ടെ. ഓക്കെ, ആ സ്റ്റിയറിംഗിനെ വലതുവശത്തേക്ക്. ഓക്കെ, റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുക. ഇനി ഓടിക്കണം, വലതുവശത്തേക്ക് ആ ടയറിനെ ഓടിക്കും. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് വെച്ചിട്ടായിരുന്നു, വലതുവശത്തേക്ക്. ഓക്കെ, എന്നിട്ട് ആ മുന്നോട്ട് മൂവ് ചെയ്ത് ഇറങ്ങും. ആദ്യം ബ്രേക്കുന്നത് ഓക്കെ, ആ ക്ലച്ചിന് ഫുള്ള് പ്രസ് ചെയ്ത് പിടിച്ചേ, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, ഇനി ആ ബ്രേക്കിൽ നിന്നുള്ള ചവിട്ടി പിടിക്കൽ ഒഴിവാക്കിക്കളാം. ഓക്കെ, ഓക്കെ, മുന്നോട്ട് പോട്ടെ. വലതുവശത്തേക്ക്, ഇവിടെ സ്ട്രേറ്റ് നേരെ. ബ്രേക്കിൽ വണ്ടികളൊന്നും നോക്കുന്നില്ല. ഇതുണ്ടോ, വണ്ടി വരുന്നുണ്ടോ? വണ്ടി വരുന്നുണ്ടെങ്കിൽ ആ വണ്ടി പോയി കഴിഞ്ഞിട്ടേ നമ്മളെടുത്ത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ബേക്കിൽ നിന്ന് വരുന്നവർക്കാണ് മുൻഗണന. അവർ പോയി കഴിഞ്ഞിട്ടേ നമ്മളെടുത്ത് റോഡിലോട്ട് ഇറക്കാൻ പാടുള്ളൂ. ഓക്കെ, പോവാം.